ജപ്പാനിലൊരു 4 വർഷത്തിലധികമായിട്ടൊരു കാറിൻ്റെ ഫാക്ടറിയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയാണ് ട്ടോ ഇത്. ഇത് ഞാൻ ജോലി ചെയ്യുന്നത് ഇതുവരെ കാണിച്ചിട്ടൊന്നുമില്ല. എനിക്ക് അവിടെ നിന്ന് നിർത്തി പോന്നാലും എപ്പോഴെങ്കിലും കാണാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. ഒരു ഓർമ്മ എന്നുള്ള രീതിയിൽ. യൂട്യൂബിലൊന്നും ഇതുവരെ ഷെയർ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് കാണിക്കാൻ കാരണം കുറേ പേര് ചോദിക്കുന്നുണ്ട്, ചേട്ടാ തിരിച്ചു പോകുന്നില്ലേ, പഴയ ജോലിയിൽ കയറാൻ പറ്റുമോ എന്നൊക്കെ. തിരിച്ചു പോകാനുള്ള കുറച്ച് പ്രോസസ്സുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചുമ്മാ പോയാൽ പോരാ, കുറച്ച് പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വഴി നിങ്ങളെ എന്നാലും അറിയിക്കാം. തുടക്കം പോലെ ഉണ്ടായിരുന്ന സ്ട്രഗിളുകളൊക്കെ വേറൊരു രീതിയിലേക്ക് മാറിയെന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വലിയൊരു സക്സസിൻ്റെ പാതയിലേക്കൊന്നും ഞാൻ എത്തിയിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെങ്കിലും ആ ഒരു ഇതിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. പെയിൻറ്റിങ് കഴിഞ്ഞ് വരുന്ന പാർട്സ് നന്നായിട്ട് നോക്കി അതിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്ത് സൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതായിരുന്നു എൻ്റെ ജോലി. പലരും കണ്ടിട്ടുണ്ടായിരിക്കും ഒരു സൈക്കിളുമായിട്ട് ജോലിക്ക് പോകുന്നതും കമ്പനി പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു 1.5-2 മിനിറ്റിനുള്ളിൽ റിപ്പയർ ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. ഫാസ്റ്റായിട്ട് ജോലി ചെയ്യണം. അങ്ങനെ എക്സ്ട്രാ ഓവർ ടൈമിന് വേണ്ടി ഒരു തവണ പോയപ്പോഴാണ് ഈ വീഡിയോ എടുത്തത്. അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ജോലി കഴിഞ്ഞ് നമ്മൾ ഇടയ്ക്ക് ടോക്കിയോയിലൊക്കെ പോകുമായിരുന്നു, ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. അതൊക്കെ ഞാൻ ഓർത്തുപോയി. രൂപത്തിലും ഭാവത്തിലും ഒക്കെ മാറ്റങ്ങൾ വന്നു. 2 വർഷമായിട്ട് നമുക്ക് പ്ലേ ബട്ടൺ കിട്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് നമ്മുടെ യൂട്യൂബ് ജേർണി. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.